Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 ജൂൺ 15 മുതൽ 19 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സെൻസസ് ഏകദേശം 1275 പോയിന്റും നിഫ്റ്റി 390 പോയിന്റുമാണ് ഉയർന്നിട്ടുള്ളത്. ബാങ്കിംഗ്, IT, ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മിക്ക മേഖലയിലും വ്യാപകമായ വാങ്ങലാണ് വിപണി മുന്നോട്ട് നയിക്കാനിടയായത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ശക്തമായ കയറ്റുമതി കണക്കുകളും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയുണ്ടായി. ആഴ്ചയിലെ ആദ്യ 4 ദിവസങ്ങളിലും വിപണി തുടർച്ചയായി നേട്ടമുണ്ടാക്കി. സെൻസസ് 77,400 പോയിന്റ് വരെ എത്തിയെങ്കിലും വെള്ളിയാഴ്ച പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതോടെ ചെറിയ രീതിയിൽ താഴേക്ക് പോയി. എന്നിരുന്നാലും ആഴ്ച മുഴുവൻ വിപണിയിൽ പോസിറ്റീവ് സെന്റിമെന്റ് തന്നെ നിലനിന്നു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾ കൂടുതൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത് റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കാളിത്തം ഇപ്പോഴും ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ വിപണി മറ്റ് പല വിപണിയേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കുക തന്നെയാണ്. ഈ ആഴ്ച നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് G7 സമ്മിറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഫ്രാൻസിൽ നടന്ന G7 സമ്മിറ്റിൽ ആഗോള വ്യാപാരം, ഊർജ സുരക്ഷ, ഭക്ഷ്യസുരക്ഷ, സാങ്കേതിക വിദ്യ, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയിലുണ്ടായിരുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരസ്പര ആശ്രിതമാകുന്ന സാഹചര്യം രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാകുന്നതിന്റെ ആവശ്യകതയാണെന്ന് പ്രധാനമന്ത്രി എടുത്തു പറയുകയുണ്ടായി. ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള പ്രതീക്ഷയും നിക്ഷേപകർ പങ്കുവെക്കുന്നുണ്ട്. ഭാവിയിൽ പുതിയ വ്യാപാര കരാറുകൾ, നിക്ഷേപ അവസരങ്ങൾ, ടെക്നോളജി സഹകരണം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വിപണിക്ക് ഒരു പോസിറ്റീവ് സിഗ്നലാണ് നൽകുന്നത്. ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രധാനമുള്ള സാമ്പത്തിക ശക്തിയെ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് ഇന്ത്യയിൽ ചില പോസിറ്റീവ് സൂചനകളും ചില ആശയങ്ങളും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു മാസമായിരുന്നു ഇത്. മെയ് മാസത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 18% ഉയർന്ന് $45 ബില്യൺ എത്തി. എഞ്ചിനീയറിംഗ്, പെട്രോളിയം, ഇലക്ട്രോണിക്സ് എന്നിവയാണ് പ്രധാന വളർച്ചാ മേഖലകൾ. സർവീസ് കയറ്റുമതി മികച്ച വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇറക്കുമതിയും വർദ്ധിച്ചതിനാൽ വ്യാപാരക്കുറവ് $28 ബില്യൺ മുകളിലെത്തി. അതേസമയം മൊത്തത്തിലുള്ള വില അടിസ്ഥാനത്തിലുള്ള പണപ്പെരുപ്പം 9.68% ഉയർന്നത് ആശങ്ക ഉയർത്തുന്നുമുണ്ട്. ഇന്ധന വൈദ്യുതി വിഭാഗത്തിൽ പണപ്പെരുപ്പം 30% മുകളിലെത്തി. മൺസൂൺ കാലാവസ്ഥയും ഈ ഒരാഴ്ച വലിയ ചർച്ചാ വിഷയം തന്നെയായിരുന്നു. കേരളത്തിലെത്തിയ മൺസൂൺ മുന്നേറ്റം സ്ലോ ആയതോടെ രാജ്യത്ത് മഴക്കുറവ് 35% ഉയരുകയുണ്ടായി. മിഡ് ഇന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് കൂടുതൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണയായി ജൂൺ 10-11 എത്തേണ്ട മൺസൂൺ വൈകിയിരിക്കുകയാണ്. എൽ നിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനം മഴയെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക ഉയരുന്നുമുണ്ട്. മഴ കുറയുകയാണെങ്കിൽ കാർഷികോൽപാദനം, ഭക്ഷ്യവില, ഗ്രാമീണോപഭോഗം എന്നിവയെ അത് ബാധിക്കാം. കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ 150-ലധികം ജില്ലകളെ പ്രത്യേക നിരീക്ഷണത്തിലാക്കിയിട്ടുമുണ്ട്. എന്നിരുന്നാലും ജൂൺ അവസാനത്തോടെ മഹാരാഷ്ട്രയിലും സമീപ പ്രദേശങ്ങളിലുമായി വ്യാപകമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ നിലവിലെ ആശങ്കകൾക്കിടയിലും സ്ഥിതി പൂർണ്ണമായും നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കില്ല. ആഗോള വിപണിയിൽ നിന്നുള്ള മിക്സ്ഡ് സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തിയെങ്കിലും ഭാവിയിൽ പലിശ നിരക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന നൽകിയിട്ടുമുണ്ട്. ബ്രിട്ടനിൽ പണപ്പെരുപ്പം 2.8% സ്ഥിരത പുലർത്തിയപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് കുറവുണ്ടായി. ജപ്പാനിൽ 31 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പലിശ നിരക്കായ 1% ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ ഉയർത്തി. അതേസമയം ജപ്പാന്റെ കയറ്റുമതി 17% വർദ്ധിച്ചത് ആഗോള ആവശ്യകത ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ തെളിവാണ്. ചൈനയിൽ റീറ്റെയിൽ വിൽപ്പന ഇടിഞ്ഞെങ്കിലും വ്യവസായ ഉൽപാദനം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതിനാൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോഴും വളർച്ചയും വെല്ലുവിളിയും ഒരുമിച്ച് നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അടുത്ത ആഴ്ചകളിൽ മൺസൂൺ പുരോഗതി, പണപ്പെരുപ്പ കണക്കുകൾ, ക്രൂഡ് ഓയിലിന്റെ വില, ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ എന്നിവയാണ് ഇന്ത്യൻ വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറുന്നത്. കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സിനും ആഴത്തിലുള്ള സാമ്പത്തിക വിശകലനത്തിനും ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.